അമ്മേ ചാന്ദിനി മെസ്സിലിന്റെ കോക്കനട്ട് മിൽക്ക് വെച്ച് അമ്മ പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, കിട്ടിയില്ല. ഉണ്ടാക്കാലോ. ആണോ? പിന്നെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്, എളുപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്ത് പായസം ഉണ്ടാക്കുന്നേ? ചെറുപയർ പരിപ്പ്, ഓക്കെ, ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ട്, മെസ്സിലിന്റെ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, ചെറുപയർ പരിപ്പുണ്ട്. എന്നാ നോക്കാം. നോക്കാലോ. കോക്കനട്ട് മിൽക്ക് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സിലിന്റെ സൈറ്റിൽ പോയാൽ ജയ 15 എന്ന കൂപ്പൺ അടിച്ചു കഴിഞ്ഞാൽ 15% ഓഫിൽ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുപയർ പരിപ്പ് നല്ലതുപോലെ വറുത്ത് കഴുകി കുക്കറിലിട്ടേക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ മതിയാവും, ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, പായസം വയ്ക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു ശകലം നെയ്യ് ഒഴിച്ചു. നെയ്യ് ഒന്ന് ചൂടാവുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ ശർക്കരപ്പാനി ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളൊരു 1/4 കപ്പ് ശർക്കരപ്പാനി എടുത്തൊഴിച്ചു. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ നെയ്യും ശർക്കരയും കൂടെയൊക്കെ നല്ലോണം വരണ്ട് തുടങ്ങി. ഇനി അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പരിപ്പ് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല പാകത്തിന് വേവായിട്ടിരിപ്പുണ്ട്. അത് നമ്മൾക്ക് ശർക്കരക്കകത്തേക്ക് ഇടാം കേട്ടോ. ഇനി നമ്മുടെ ശർക്കരയും പരിപ്പും കൂടെ ഇവിടെ കിടന്ന് ഗുസ്തി പിടിച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചും കൂടെ ഒന്ന് സെറ്റാവട്ടെ. അതുവരെ അത് അവിടെ നിന്ന് തിളക്കട്ടെ, ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇനി നമുക്ക് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയ മെസ്സിലിൻ്റെ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ടിന്നുണ്ട്, അത് നമുക്ക് പൊട്ടിക്കാം. അത് വെച്ചാണ് ഇന്നത്തെ പായസം. നമ്മുടെ പരിപ്പും ശർക്കരയും കൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ മെസ്സിലിൻ്റെ തിക്ക് ഉണ്ടോ, എന്നാ സൂപ്പർ കോക്കനട്ട് മിൽക്കാകെ, നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മിക്സ് ചെയ്ത് തീ കുറച്ച് വെച്ച് കണ്ടോ, വളരെ കുറച്ച്. ആ പായസത്തിൻ്റെ മണം ഇങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി. നമ്മുടെ പായസം നല്ല കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കുറുകുമായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ആ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാലാണെങ്കിലും മതി, ഒരു ശകലം ഒഴിച്ച് വേണമെങ്കിൽ ഒന്ന് ലൂസാക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ ഏലക്ക പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കാം കേട്ടോ. ഇനി നമ്മുടെ പായസത്തിനൊരു ഡെക്കറേഷനൊക്കെ വേണ്ടേ, അതിന് ശകലം നെയ്യ് ഒഴിച്ചു. അതിനകത്തേക്ക് തേങ്ങ കൊച്ചു പീസസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിനകത്തേക്ക് വറുത്തിടാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയുടെയും ഒന്നും ആവശ്യമില്ല. നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ പായസത്തിനകത്തേക്ക് ഇടാം. നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി വിത്ത് മെസ്സിൽ കോക്കനട്ട് മിൽക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി. എന്തെളുപ്പമായിരുന്നു വയ്ക്കാൻ, ഒട്ടും സമയം എടുത്തില്ല.